ലേബർ റൂമിൽ നിന്ന് ഉച്ചയോടുകൂടി കൃഷ്ണയെ റൂമിലേക്ക് മാറ്റി. മയക്കത്തിൽ നിന്ന് ഉണരാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ചുറ്റും കാവലിരിക്കുകയായിരുന്നു ജെസ്സിയും ഷേർലിയും റോസിയും. ജോബിനും ജോണും ജോസഫും റൂമിന് പുറത്തിട്ടിരിക്കുന്ന ചെയറുകളിൽ ഇരിപ്പുണ്ട്. കിച്ചു ഉണരുമ്പോൾ അവളോട് നമ്മൾ എന്ത് പറയും മമ്മി? പാവ പോയെന്ന് പറഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ കഴിയുമോ? ഷേർലിയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ജെസ്സി നിർവികാരമായി ചോദിച്ചു. അറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. അവൾക്ക് കൊടുക്കാനുള്ള മറുപടിയും എൻ്റെ കയ്യിലില്ല. ഷേർലി സാരിത്തലപ്പ് കൊണ്ട് തൻ്റെ കണ്ണുകൾ ഒപ്പി. ജോ. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നിലവിളിയോടെ കൃഷ്ണ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. അടുത്ത നിമിഷം വയറിനുള്ളിലെ വേദന സഹിക്കവയ്യാതെ അവൾ ബെഡിലേക്ക് തന്നെ വീണുപോയി. മോളെ. ഷേർലിയും റോസിയും വേഗം അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ, നീ എന്താ കാട്ടണേ? ഇങ്ങനെ എഴുന്നേക്കാൻ പാടില്ല. ജോ. ജോ. അവർ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ ജോയലിനെ വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. ഒപ്പം ബെഡിൽ നിന്ന് എഴുന്നേക്കാനും ശ്രമിക്കുന്നുണ്ട്. മോളെ, പറയുന്നത് കേൾക്ക്. ജോയിച്ചൻ ഇവിടെയുണ്ട്, എവിടെയും പോയിട്ടില്ല. ഷേർലി അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവരുടെ വാക്കുകളൊന്നും അവളുടെ ചെവിയിൽ പതിഞ്ഞില്ല. ജോ, നമ്മുടെ കുഞ്ഞ്. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവൾ ഉറക്കെ ഉറക്കെ കരഞ്ഞു. കർത്താവേ, ഇത് കണ്ടു നിൽക്കാൻ വയ്യല്ലോ. എന്തിനു നീ ഇങ്ങനെയൊരു വിധി എൻ്റെ മക്കൾക്ക് കൊടുത്തു? കൃഷ്ണയുടെ കൈപിടിച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് ഷേർലി പൊട്ടിക്കരഞ്ഞുപോയി. റോസിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് ഒതുങ്ങി നിന്ന ജെസ്സി വായിൽ കൈ അമർത്തിക്കൊണ്ട് പുറത്തേക്ക് ഓടിയിറങ്ങി. എന്താടി, എന്തു പറ്റി? പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ജെസ്സിയെ കണ്ട് ജോബിൻ ആദിയോടെ ചോദിച്ചു. ചായ, എനിക്ക് വയ്യ. ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. എൻ്റെ കിച്ചുവിനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണണ്ട. ജോബിൻ്റെ നെഞ്ചിലേക്ക് വീണ് ജെസ്സി പൊട്ടിക്കരഞ്ഞുപോയി. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാനല്ലാതെ ജോബിന് മറ്റൊന്നിനും കഴിയുന്നില്ലായിരുന്നു. തൻ്റെ നെഞ്ചിനെ നനയിക്കുന്ന ജെസ്സിയുടെ കണ്ണുനീരിനൊപ്പം ജോബിൻ്റെ കണ്ണുകളിൽ നിന്നും കവിളിനെ നനയിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി. അതേസമയം തൻ്റെ പ്രാണനെ ദ്രോഹിച്ചവരോട് കണക്ക് ചോദിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ജോയൽ. ഡ്രൈവിങ്ങിനിടെ തൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വാശിയോടെ തുടച്ചു നീക്കുന്നുണ്ടായിരുന്നു അവൻ. അവൻ്റെ വേദനയിൽ മൗനം പാലിക്കാനല്ലാതെ മറ്റൊന്നിനും കാശിക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്നിനും വയ്യെന്ന പോലെ തൻ്റെ കണ്ണുകളടച്ച് അവൻ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. ബെന്നി പറഞ്ഞതനുസരിച്ച് ഗോഡൌണിലെത്തിയെങ്കിലും റയാനെ കണ്ടെത്താൻ ജോയലിനും കാശിക്കും കഴിഞ്ഞില്ല. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. കയ്യിൽ കരുതിയിരുന്ന ബെന്നിയുടെ ഫോണിൽ നിന്നും റയാനെ പലതവണ വിളിച്ചു നോക്കിയെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അവൻ്റെ വീട്ടിലും ഫ്ലാറ്റിലും അങ്ങനെ അവൻ പോകാനിടമുള്ള എല്ലാ സ്ഥലങ്ങളിലും ജോയലും കാശിയും അവനെ അന്വേഷിച്ചു പോയി. പക്ഷേ നിരാശയായിരുന്നു ഫലം. അതോടെ ജോയലിൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. കൃഷ്ണയെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവന് ബോധ്യമായി. ബെന്നിയെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞതല്ലേ ജോയൽ നിന്നോട് ഞാൻ? എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരുവൻ ഭീഷണി മുഴക്കിയാൽ എൻ്റെ ആത്മമിത്രൻ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കാട്ടിക്കൊടുക്കുമോ ഞാൻ? അതെ, അവനും ചെയ്തുള്ളൂ. സ്റ്റിയറിംഗിൽ തല താഴ്ത്തി ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ തളർന്നിരിക്കുന്ന ജോയലിനോടായി കാശി പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടിട്ടും ജോയൽ അനങ്ങിയില്ല. രണ്ടുപേർക്കുമിടയിൽ നിശബ്ദത തളം കെട്ടി. നിമിഷങ്ങൾ കടന്നുപോകവേ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് ജോയലിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഒരു ഞെട്ടലോടെ അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്താ എന്താ അപ്പാ? എൻ്റെ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും? വെപ്രാളത്തോടെ ചോദിക്കുന്ന ജോയലിനെ കണ്ട് കാശി പേടിയോടെ അവനെ നോക്കിയിരുന്നു. മറുപുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തയിൽ ജോയലിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ്റെ ഭാവം കണ്ട് കാശിക്കും വല്ലാത്ത പേടി തോന്നി. ഫോൺ കട്ട് ചെയ്ത ശേഷവും മുന്നിലേക്ക് നോക്കി നിർവികാരമായി ഇരിക്കുന്ന ജോയലിനെ കണ്ട് കാശി അവനെ സംശയത്തോടെ നോക്കി. എന്താ ജോയൽ? എൻ്റെ കിച്ചുവിന് എന്താ? അങ്കിൾ എന്താ പറഞ്ഞത്? നീ ഒന്ന് നിർത്ത് കാശി. നിന്റെ ഈ വിളി എന്നെ വല്ലാതെ നോവിക്കുന്നു. ഇനി മേലിൽ എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. കാശി ചോദിച്ചതിന് മറുപടി പറയാതെ അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് ജോയൽ ദേഷ്യത്തോടെ അലറി. ഇപ്പോൾ നിനക്ക് നൊന്തു അല്ലേ ജോയിച്ച? സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നീയും എന്നോട് ഇങ്ങനെ തന്നെയാ പെരുമാറിയത്. അന്ന് എനിക്ക് എത്രമാത്രം നൊന്തുവെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ? കാശിനാഥ് എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ലേ നീ എന്നെ? അന്ന് എനിക്കും ഇതുപോലെ തന്നെയാ വേദനിച്ചത്. പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ലേടാ നീ എൻ്റെ പെങ്ങളെ. എന്നിട്ട് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ നീ അവളെ? കൊല്ലായിരുന്നില്ലേടാ അവളെ? ഇങ്ങനെ നോവിക്കണമായിരുന്നോ? ജോയലിൻ്റെ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് കാശി ദേഷ്യത്തോടെയും അതിലുപരി വിഷമത്തോടെയും ചോദിച്ചു. തെറ്റ് പറ്റിപ്പോയടാ, എന്നോട് ക്ഷമിക്ക് കാശി. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും കൃഷ്ണ എന്നോട് ക്ഷമിച്ചു. എന്നെ ചേർത്ത് പിടിച്ചു, ചുംബിച്ചു. പക്ഷേ അപ്പോഴേക്കും വിധി വീണ്ടും ഞങ്ങളെ ഈ രീതിയിൽ പരീക്ഷിച്ചു. തീരാ ദുഃഖമായി വീണ്ടും ഞങ്ങളുടെ ജീവിതം വഴിമാറി. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലടാ. വയ്യ എനിക്ക്. ഇനിയും ഒന്നിനും വയ്യ. കൃഷ്ണയുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ എങ്ങനെ കണ്ടെത്തും? കാശിയുടെ നെഞ്ചിലേക്ക് വീണ് അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ ഒഴുക്കി വിട്ടു ജോയൽ. ഞാൻ പറയുന്നത് പോലെ ചെയ്യാമോ ജോയിച്ചാ നിനക്ക്? അവനെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം കാശിയുടെ ഗൗരവമേറിയ വാക്കുകൾ കൂടി കേട്ടതും ജോയൽ പതിയെ അവനിൽ നിന്ന് അടർന്നു മാറി നിവർന്നിരുന്നു. എന്താ കാശി?
എന്താണെങ്കിലും പറയും, ഞാൻ ചെയ്യാം. അങ്കിൾ എന്തിനാ നിന്നെ വിളിച്ചത്? അത് കൃഷ്ണ എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പൻ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. അതിനു മുന്നേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുറച്ചുപേരെ സംശയമുണ്ട്. ഇപ്പോഴെല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. എല്ലാത്തിനും സമയമുണ്ട്. ഇനി കിച്ചുവിന് നേരെ അവരുടെ കരങ്ങൾ നീളുന്നതിന് മുമ്പ് എല്ലാത്തിനെയും പൂട്ടണം. പിന്നീട് കാശി പറഞ്ഞ ഓരോ കാര്യങ്ങളും ജോയൽ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഇരുവരുടെയും ചുണ്ടുകൾ ഒരേപോലെ ക്രൂരതയുടെ ചിരി മിന്നിമാഞ്ഞു. പിന്നെ ഒട്ടും ആലോചിക്കാതെ അവർ ഹോസ്പിറ്റലിലേക്ക് വണ്ടി പറപ്പിച്ചു. നീ എവിടെയായിരുന്നു ജോയിച്ച? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഹോസ്പിറ്റലിലേക്ക് വന്നപാടെ ജോയലിനെ വഴക്കു പറഞ്ഞുകൊണ്ട് ജോൺ അവനടുത്തേക്ക് വന്നു. കൃഷ്ണ മറ്റൊന്നും പറയാതെ അവൻ അതുമാത്രം ചോദിച്ചു. റൂമിലുണ്ട്. ഈ നേരം വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആരോടും ഒന്നും സംസാരിക്കുന്നതുമില്ല. നിന്നെ കാണണം എന്ന് മാത്രം പറയുന്നു. ആ നേരം മുതൽ നിന്നെ ഞങ്ങൾ മാറി മാറി വിളിക്കുകയല്ലേ. എവിടെയായിരുന്നു നിങ്ങൾ? ജോൺ ചോദിച്ചെങ്കിലും അതിന് മറുപടി പറയാതെ ജോയൽ കൃഷ്ണയെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് പാഞ്ഞു. ജോണിന് മുഖം കൊടുക്കാതെ കാശി അവിടെ ഇട്ടിരിക്കുന്ന ചെയറുകളിലൊന്നിൽ തലയും താഴ്ത്തിയിരുന്നു. ജോയൽ അകത്തേക്ക് ചെല്ലുമ്പോൾ കൃഷ്ണ ബെഡിൽ ചാരി ഇരിക്കുകയാണ്. കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി മുഖമാകെ ക്ഷീണം ബാധിച്ചതുപോലെ അവളാകെ തളർന്നിരുന്നു. അവളുടെ കണ്ണുകൾ ഇമ വെട്ടുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചുപോയി ജോയൽ. അവളുടെ ആ ഇരിപ്പ് ജോയലിന്റെ ഹൃദയത്തെ വല്ലാതെ കുത്തിനോവിച്ചു. അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് അവൻ ചുറ്റും നോക്കി. ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ ജെസ്സി ഇരിപ്പുണ്ട്. അവളും മറ്റെങ്ങോ നോക്കി നിർവികാരമായി ഇരിക്കുകയാണ്. ഒരുപാട് കരഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ കൺപോളകൾ തടിച്ചു വിങ്ങിയിട്ടുണ്ട്. അവൻ വന്നത് രണ്ടാളും അറിഞ്ഞിട്ടുകൂടിയില്ല. എല്ലാം കണ്ടുകൊണ്ട് തന്നെ ജോയൽ കണ്ണുകൾ മുറുകെ അടച്ച് ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് കൃഷ്ണയ്ക്ക് അടുത്തേക്ക് നടന്നു. കൃഷ്ണ. മടിയിൽ വെച്ചിരുന്ന അവളുടെ കൈക്ക് മേലെ തൻ്റെ കൈകൾ വെച്ചുകൊണ്ട് ജോയൽ പതിയെ വിളിച്ചു. അവൻ്റെ വിളിയിൽ ഞെട്ടി ഉണർന്നുകൊണ്ട് കൃഷ്ണ അവനെ നോക്കി. അവനെ തൊട്ടടുത്ത് കണ്ടതും കൃഷ്ണയുടെ നിറഞ്ഞ കണ്ണുകൾ അതിരുകളെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകിയിറങ്ങി. അടുത്ത നിമിഷം ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ മുറുകെ പുണർന്നു. മറ്റെങ്ങോ നോക്കിയിരുന്ന ജെസ്സിയും അവളുടെ പ്രവൃത്തിയിലാണ് ഉണർന്നത്. ഇരുവരെയും ഒന്ന് നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കൃഷ്ണ, കരയില്ലേ? ഞാൻ വന്നില്ലേ? തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്ന ഗദ്ഗതം പുറത്തേക്ക് വരാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് ജോയൽ എങ്ങനെയോ പറഞ്ഞു. ഒപ്പം അവളുടെ തലയിൽ പതിയെ തഴുകി കൊടുത്തു. നമ്മുടെ കുഞ്ഞ് പോയി ജോ. അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ കരഞ്ഞു. ഇങ്ങനെ കരയില്ലേ മോളെ, ഒന്നുമില്ലടാ. ജോ, നമ്മുടെ കുഞ്ഞ് നൊന്തിട്ടുണ്ടാവും ജോ. നീയും നമ്മുടെ കുഞ്ഞിനെ അകറ്റി നിർത്തിയില്ലേ? നൊന്തിട്ടുണ്ടാവും ജോ. നമ്മുടെ കുഞ്ഞിന് പോയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞ് പോയിക്കോട്ടെ. അവനെ കൂടുതൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ എന്തൊക്കെയോ പുലമ്പി. അവളെ ചേർത്ത് പിടിക്കാനല്ലാതെ ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ജോയന്. അവൾക്കൊപ്പം അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം അവളെയും ചേർത്ത് പിടിച്ച് അവനായി ഇരിപ്പ് തുടർന്നു. കുറെ കഴിഞ്ഞിട്ടും കൃഷ്ണയുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജോയലിന് എന്തോ ഒരു സംശയം തോന്നി. അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈകൾ അയച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി നോക്കി. ഇല്ല, അനക്കമില്ല. ഒരു ഞെട്ടലോടെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവളെ വെപ്രാളത്തോടെ ബെഡിലേക്ക് കിടത്തി. കൃഷ്ണ, കൃഷ്ണ, കണ്ണു തുറക്കുമോളെ. അവൻ ആദിയോടെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. പക്ഷേ കൃഷ്ണയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. കർത്താവേ, എൻ്റെ കൃഷ്ണ. തൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വകവയ്ക്കാതെ അവൻ പുറത്തേക്ക് പാഞ്ഞു. അപ്പാ, ഡോക്ടറിനെ വിളിക്ക്, എൻ്റെ കൃഷ്ണ. വെപ്രാളത്തോടെ ഓടി വന്ന് പറയുന്ന ജോയലിനെ കണ്ട് കാശിയും ജോണും ജെസ്സിയും ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ജോയിച്ച, എൻ്റെ മോൾക്കെന്താ? കാശി പേടിയോടെ ചോദിക്കുമ്പോഴും ജോൺ ഡോക്ടറിനെ വിളിക്കാനായി ഓടിയിരുന്നു. അറിയില്ല, എനിക്കറിയില്ല. അവളൊന്നും. ജോയൽ ബാക്കി പറയുന്നതിന് മുമ്പ് അവനെ തള്ളി മാറ്റി കാശി അകത്തേക്ക് ഓടി. അവനു പിറകെ ജോയലും ജെസ്സിയും. പിച്ചു, മോളെ. ബെഡിൽ തളർന്നു കിടക്കുന്ന കൃഷ്ണയുടെ കവിളിൽ തട്ടിക്കൊണ്ട് കാശി പേടിയോടെ വിളിച്ചു. മമ്മി എവിടെ ജെസ്സി? അവര് വീട്ടിലേക്ക് പോയി ചായ. കിച്ചുവിന് മാറിയിടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ ജോബിച്ചായ അവരെയും കൊണ്ട് പോയിരിക്കുക. ജോയലിന്റെ ചോദ്യത്തിന് കരഞ്ഞുകൊണ്ട് തന്നെ ജെസ്സി മറുപടി പറഞ്ഞു. അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ തന്നെ ഡോക്ടറുമായി ജോൺ വന്നിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. കുട്ടി ഇവിടെ നിന്നോളൂ. ഡോക്ടർ പറഞ്ഞത് കേട്ട് ജെസ്സിയെ മാത്രം അകത്ത് നിർത്തിക്കൊണ്ട് ജോയലും കാശിയും ജോണും പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ കൃഷ്ണയെ ചെക്ക് ചെയ്ത ശേഷം അവളുടെ കയ്യിൽ തെളിഞ്ഞു കാണുന്ന വെയിനിലേക്ക് ഒരു മരുന്ന് ഇഞ്ചക്ട് ചെയ്തു. പിന്നെ ജെസ്സിയെ അവൾക്കടുത്ത് ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ഡോക്ടർ, എൻ്റെ കൃഷ്ണയ്ക്ക് എന്താ? ഏയ്, പേടിക്കാനൊന്നുമില്ല. BP ഷൂട്ടായതാ. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡിയാൻസ് ചെയ്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വയറിനുള്ളിൽ അസഹ്യമായ വേദന അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ഷീണവും. ആ കുട്ടിയുടെ ശരീരം അധികം അനങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2-3 ദിവസം ഇവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഡിസ്ചാർജിനെ പറ്റി ആലോചിക്കാം. നത്തിങ് ടു വറി മാൻ. ഷീസ് ഫൈൻ.
ജോയലിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഡോക്ടർ നടന്നു നീങ്ങി. അവർ പോയതിന്റെ പിറകെ തന്നെ ജോയലും കാശിയും റൂമിലേക്ക് കയറി. അവൾക്കടുത്ത് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെസ്സിയെ കാശി വേഗം ചെന്ന് ചേർത്ത് പിടിച്ചു. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൻ അവളുമായി ബൈസ്റ്റാൻഡേഴ്സ് ബെഡിലേക്ക് ഇരുന്നു. ജോയൽ ബെഡിനടുത്തേക്ക് ചെയർ വലിച്ചിട്ട് കൃഷ്ണയ്ക്ക് അടുത്തേക്ക് ഇരുന്നു. പിന്നെ അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എന്നെ വിട്ടു പോവല്ലേ ജോ? മയക്കത്തിനിടയിലും അവളുടെ ചുണ്ടുകൾ പതിയെ ചലിക്കുന്നത് ജോയൽ അറിയുന്നുണ്ടായിരുന്നു. ഇല്ലടാ, നിന്റെ ജോ എവിടേക്കും പോവില്ല, നിന്റെ കൂടെ തന്നെയുണ്ട്. അവളുടെ ചേർത്ത് പിടിച്ച കയ്യിൽ ചുംബിച്ചുകൊണ്ട് ജോയൽ വേദനയോടെ പറഞ്ഞു. ഒപ്പം അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ അടർന്ന് അവളുടെ കൈകളിലേക്ക് വീണു ചിതറി. നീ വീട്ടിൽ പോയി ഈ വേഷമൊക്കെ മാറ്റി വാ മോനെ. കിച്ചുമോൾ ഇപ്പോൾ ഉറക്കമല്ലേ, ഉണരുമ്പോഴേക്കും നിനക്കിങ്ങ് വരാമല്ലോ. കൃഷ്ണയ്ക്ക് അടുത്ത് തന്നെ ബെഡിലിരുന്ന് അവളുടെ തലയിൽ തഴുകുന്ന ജോയലിനെ കണ്ട് ഷേർലി അവനരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വേണ്ട മമ്മി, ഞാൻ പോകുമ്പോൾ കൃഷ്ണ ഉണർന്നാൽ അവൾ വിഷമിക്കും, അത് വേണ്ട. തന്നോട് ചേർന്ന് കിടന്ന് സുഖമായി മയങ്ങുന്ന കൃഷ്ണയുടെ തലയിൽ തഴുകിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു. പറയുന്നത് കേൾക്കും മോനെ, ഈ വേഷത്തിൽ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ അത് കിച്ചുമോൾക്ക് ബുദ്ധിമുട്ടാകും. നീ പോയെന്ന് കുളിച്ച് ഫ്രഷായി വാ. നീ ഇങ്ങനെ ഇരിക്കുന്നത് മോൾക്കും വിഷമമാകും. അവൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അവർ അരുമയായി പറഞ്ഞു. അവളുടെ ആവശ്യം എന്തുകൊണ്ടോ നിഷേധിക്കാൻ ജോയലിന് തോന്നിയില്ല. അവൻ കൃഷ്ണയ്ക്കരികിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. ഞാൻ വേഗം വരാം മമ്മി, എൻ്റെ പെണ്ണിനെ നോക്കിക്കൊള്ളണേ, ചുറ്റും ശത്രുക്കളാ. ഓർമ്മപ്പെടുത്തൽ പോലെ ഷേർലിയോട് പറഞ്ഞുകൊണ്ട് ജോയൽ ഒരിക്കൽ കൂടി കൃഷ്ണയ്ക്ക് അടുത്തേക്ക് ചെന്നു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും ജോയലിൻ്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. തൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവനൊന്ന് കുനിഞ്ഞ് അവളുടെ നെറ്റിയിലായി തൻ്റെ ചുണ്ട് പതിപ്പിച്ചു. പിന്നെ ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മമ്മി, ഞാനും ഇച്ചായൻ്റെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം. പറയുന്നതിനൊപ്പം ജെസ്സി വേഗം പുറത്തേക്ക് ഓടി. നീയും പോവാണോ ജെസ്സി? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജോബിൻ അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ, പോയിട്ട് വരാം ഇച്ചായ, ഈ ഡ്രസ്സൊന്ന് മാറണം. അതിന് ജോബിൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവനെയും കുറച്ചു മാറി അപ്പുറത്തായി ചേറിലിരിക്കുന്ന കാശിയെയും ഒന്ന് നോക്കിക്കൊണ്ട് ജെസ്സി വേഗം ജോയലിന് പിറകെ ഓടി. അവൾ പോയപ്പോൾ ജോബിൻ ഒന്ന് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പതിയെ കാശിക്കരികിലേക്ക് നടന്നു. അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ മടി തോന്നിയെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൻ കാശിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അവൻ മുന്നിൽ നിൽക്കുന്നത് അറിഞ്ഞിട്ട് കാശി അവനെ നോക്കിയില്ല. അവൻ തലയും കുനിച്ച് ഫോണിലും നോക്കിയിരുന്നു. പക്ഷേ ചുണ്ടിൻ കോണിൽ എവിടെയോ ഒരു ചെറുചിരി മിന്നിമാഞ്ഞു. കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ജോബിൻ അത് കണ്ടതുമില്ല. കാശിയെ വിളിക്കാൻ ജോബിന് നാവ് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യതയില്ലെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് അവൻ്റെ മനസ്സ് അതിൽ നിന്ന് അവനെ പിന്നിലേക്ക് വലിച്ചു. പിന്നെ കൂടുതൽ നിന്ന് വിയർക്കാതെ അവൻ കാശിക്കടുത്തുള്ള ചെയറിലിരുന്നു. അവൻ അടുത്തിരുന്നത് അറിഞ്ഞിട്ട് കാശി അനങ്ങിയില്ല. ജെസ്സിയുടെ കൂടെ മനയിൽ ഒളിച്ചു വന്നാൽ ഞാൻ അറിയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഭാവഭേദമില്ലാതെ കാശി പറയുന്നത് കേട്ട് ജോബിൻ ഞെട്ടലോടെ അവനെ നോക്കി. കാശി, നീ? വേണ്ട ജോബി, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാനും താല്പര്യമില്ല. ആരുടെ വാക്ക് കേട്ടിട്ടായാലും ഒരു നിമിഷമെങ്കിലും നീ എന്നെ സംശയിച്ചു. ഞാൻ ഇതുവരെ നിങ്ങളോട് കാണിച്ച സ്നേഹം സത്യമല്ലെന്ന് നീ വിശ്വസിച്ചു. എന്നെ ഒരു ചതിയനായി മുദ്രകുത്തി. എല്ലാം അറിഞ്ഞപ്പോൾ ഒരു വാക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക് എന്നോട്. എനിക്കും എൻ്റെ കിച്ചുവിനും നിങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ജോബിനെ നോക്കി നിറകണ്ണുകളോടെ കാശി അത് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഇരുന്നു പോയി ജോബിൻ. എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയത് എന്നെ അല്ലേ കാശി? നീയും ജോയിച്ചനും ജെസ്സിയും എന്തിന് എൻ്റെ അപ്പം പോലും എന്നെ മാത്രം ഒന്നും അറിയിച്ചില്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ മാത്രം അറിയാതെ പോയി. അങ്ങനെയല്ല, ആരും എന്നെ അറിയിച്ചില്ല. എല്ലാവരും കൂടി എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചില്ലേ? ജോബിൻ്റെ കണ്ണുകളും ഒരു വേള നിറഞ്ഞു. പരസ്പരം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിമിഷങ്ങളോളം ഇരുന്ന് ജോബിനും കാശിയും. മുഖാമുഖം നോക്കാൻ കഴിയാതെ ഇരുവരുടെയും തല താണു തന്നെ ഇരുന്നു. ജോബി, നമുക്കൊരു ചായ കുടിച്ചാലോ? മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് കാശി തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങി. അവൻ്റെ ചോദ്യം കേട്ട ജോബിൻ തല ചരിച്ച് ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. പിന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കാശിയുടെ കൈ പിടിച്ച് വലിച്ച് അവനെ തന്നോട് ചേർത്തുകൊണ്ട് ആഞ്ഞു പുണർന്നു. സോറി. അവൻ്റെ തോളിൽ താടി കുത്തിവെച്ചുകൊണ്ട് ജോബിൻ അവൻ്റെ കാതോരം പറഞ്ഞു. പോടാ പുല്ലേ. ജോബിനെ ഒന്നുകൂടി തൻ്റെ കൈകളാൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി ചിരിയോടെ പറഞ്ഞു. എന്നാലും നീ എന്നെ കുത്തിയില്ലേ? തന്നിൽ നിന്ന് അടർന്നു മാറി ചുണ്ടു ചുളുക്കി കൊച്ചു കുട്ടിയെ പോലെ പറയുന്നവനെ ജോബിൻ വേദനയോടെ നോക്കി. അടുത്ത നിമിഷം അവനെ ആഞ്ഞു പുണർന്നുകൊണ്ട് ജോബിൻ ശക്തമായെന്ന് തേങ്ങി. എന്നോട് ക്ഷമിക്കടാ. അന്നേരം ഒന്നും ആലോചിക്കാനുള്ള വിവേകം കർത്താവെനിക്ക് തന്നില്ല, ജോബിൻ കണ്ണീരോടെ പറഞ്ഞു. പോട്ടടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? കാശി അവൻ്റെ പുറത്ത് തട്ടി അവനെ ആശ്വസിപ്പിച്ചു. മുറിവ് ഉണങ്ങിയായിരുന്നു അളിയ? കാശിയുടെ കാതോരം കുറുമ്പോടെ ജോബിൻ ചോദിച്ചതും അവൻ്റെ പിൻതലയിലെ മുടി പിടിമുറുക്കിക്കൊണ്ട് അവൻ്റെ മുഖം തനിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു കാശി. കള്ളപ്പന്നി, എൻ്റെ വയറ് കുത്തി കീറിയിട്ട് ഇപ്പോൾ ഉണങ്ങിയെന്നോ? അവൻ്റെ കവിളിൽ പിടിച്ച് കാശി ചോദിക്കുന്നതിനൊപ്പം ഇരുവരും ഉറക്കെ ചിരിച്ചുപോയി.
ഇനി നമുക്ക് പോകാൻ ഇച്ചായ. അവർ നിൽക്കുന്നതിൻ്റെ എതിർവശത്തെ ചുവരിന് മറവിൽ നിൽക്കുകയായിരുന്ന ജെസ്സി തൻ്റെ നിറഞ്ഞ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ തൻ്റെ പിന്നിൽ നിൽക്കുന്ന ജോയലിനോടാ ചോദിച്ചു. പോകാം. അവനും ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. പോകുമ്പോൾ പരസ്പരം പുണർന്നു നിൽക്കുന്ന കാശിയെയും ജോബിനെയും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാനും ഇരുവരും മറന്നില്ല.